ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന മൂവി പേര് കൊണ്ടാന കേസ് എന്നാണ്. കന്നഡ മൂവിയാണ്. ആമസോൺ പ്രൈമിൽ ചിത്രത്തിൻ്റെ പല ഭാഷകളിൽ ലഭ്യം തന്നെയാണ്. ജനുവരി 26 ചിത്രം റിലീസ് ചെയ്തു. മികച്ചൊരു പ്രണയം തന്നെയാണ് ചിത്രത്തിന് കിട്ടിയത്. എന്തായാലും ഒരു ത്രില്ലർ മൂവിയാണ്. ഇതേക്കുറിച്ച് നമ്മൾ കൂടുതലായി സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. കൊണ്ടാന കേസ് പറഞ്ഞപ്പോൾ തന്നെ ഒരു കേസ് നടക്കുന്നു, അതുമായി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇതിലേലും പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് അതിലഭിക്കുന്ന പകുതി മുക്കാൽ ആൾക്കാരും പോലീസ് ഓഫീസേഴ്സാണ്. അപ്പോൾ അവരെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള വ്യക്തികളെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. കാരണം ഇതിൽ സിമ്പിളായി പറച്ച ഒരാൾ ചെയ്ത ഒരു തെറ്റ് അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ച കാര്യം പിന്നീട് തെറ്റുമേൽ തെറ്റ് സംഭവിക്കുന്നു. ആ വ്യക്തി കാരണം കുറേ കുടുംബങ്ങൾ വഴിയാതരമാകുന്നു, അല്ലെങ്കിൽ അത് ബാധിച്ച വ്യക്തികളുടെ കുടുംബങ്ങൾ വഴിയാതരമാകുന്നു. അതൊക്കെയാണ് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതിനേക്കാൾ സർവോപരി ഒരു ത്രില്ലർ എന്ന രീതിയിൽ തന്നെ പ്രേക്ഷകരെ പിടിച്ചിരുത്താനും സാധിക്കുന്നുണ്ട് തന്നെ ആണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. ദേവി പ്രസാദ് അതിൻ്റെ ഡയറക്ഷൻ ചെയ്തതിൽ കാസ്റ്റിംഗ് നോക്കി കഴിഞ്ഞാൽ ഭാവന, അതുപോലെ തന്നെ വിജയ്, രാഘവേന്ദ്ര തുടങ്ങിയവരൊക്കെയാണ് പ്രധാനമായി കാസ്റ്റിംഗായി വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറേ കൊലപാതകം നടക്കുന്നുണ്ട്. അത് ഒരു തെളിവ് പോലും അവശേഷിക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാരെ മൊത്തം മീഡിയാസും കയറിയിട്ട് പോലീസുകാർ എന്ത് ചെയ്യുകയാണ്, പോലീസുകാർ വീട്ടിൽ കിടന്ന് ഉറങ്ങണം, കുറേ പരിഹാസങ്ങൾ കേൾക്കുന്നു. അതിനിടയ്ക്ക് നമ്മുടെ കഥാനായകൻ SI പോസ്റ്റിലേക്ക് ആ പൊസിഷനിലേക്ക് ചാർജെടുക്കുന്നു. പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ആണ് കഥ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കേസും ആ കേസുമായിട്ട് മറ്റൊരു കേസുമായിട്ടൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പോലീസുകാരുടെ കഥാപാത്രങ്ങളും അതുപോലെ തന്നെ എല്ലാവരും ഫാമിലിയെക്കുറിച്ച് നന്നായി ഡീപ്പായി തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. എങ്ങനെയാണ് ഫാമിലിയായിട്ടുള്ള ഇമോഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. എടുത്ത് പറയേണ്ടത് ഒരു ത്രില്ലർ ചിത്രം ഉപരി എന്താണ് നമുക്ക് വേണ്ട ഒരു ഇമോഷണൽ സീൻസ് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇതിൽ എടുത്ത് പറഞ്ഞ ഒരു പാനിപ്പൂരി വിൽക്കുന്ന ചെറിയൊരു ഫാമിലി ഉണ്ട്. കാരണം ആ സീൻസ് പടം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പോലും ആ ചെറിയൊരു പോർഷൻസ് നമ്മൾ ഒരിക്കലും മറക്കില്ല. കാരണം ആ ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അത് നല്ല രീതി, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഇമോഷണലായിട്ട് നല്ല രീതിയിൽ തന്നെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. അതുപോലെ വില്ലന്മാരെ കുറിച്ച് കാര്യമായിട്ടൊന്നും ഒന്നും തോന്നിയില്ല. കാരണം ഇത് തുടക്കം തന്നെ വില്ലനെ വലിയ ബിൽഡപ്പിൽ കൊടുത്തിട്ട് ഈ ഒരു സ്കെൽറ്റായിട്ടുള്ള മനുഷ്യനെ തല്ലുന്നുണ്ട്, കുറേ പേര് ചേർന്നുണ്ട്. എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കുന്നത് എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കൊലപാതകവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നല്ല രീതി തന്നെയാണ് മികച്ച പ്രാണവും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവായി പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പരിധിക്കപ്പുറത്തോട്ടും ഇതിൻ്റെ ത്രില്ലർ എന്ന രീതിയിൽ തന്നെയാണ് പിടിച്ചിരുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ ഡയറക്ഷൻ എന്താ പറയുക, നല്ല രീതിയിൽ തന്നെയാണ് ഡയറക്ഷൻ മേക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രകടനത്തെക്കുറിച്ച് പറയുക വെച്ചാൽ ഭാവന, അതുപോലെ തന്നെ വിജയ്, രാഘവേന്ദ്ര തുടങ്ങിയവർക്ക് മികച്ച പ്രകടനത്തിനാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഓരോ വ്യക്തികളും നല്ല രീതിയിൽ തന്നെ ചെയ്തു. അതിൽ പാട്ടുകളും കൊള്ളാമായിരുന്നു. എടുത്തു പറയുന്നത് ഒരു ബാഡിൽ ഒരു സ്കോർ തന്നെയുണ്ട്. പശ്ചാത്തലം അത് നമ്മൾ ഏത് സീനാണ് വേണ്ടത് അത് പിടിച്ചിരുത്താൻ വേണ്ടി നമ്മൾ റിപ്പീറ്റ് അടിച്ച് കേൾക്കാനുള്ള ഒരു വകുപ്പ് എല്ലാത്തിലും അതിലുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് എനിക്ക് തോന്നിയത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഒരു ത്രില്ലർ എന്ന രീതിയിൽ ഒരു പരിധി വരും പ്രശ്നം പിടിച്ചിരുത്താൻ സാധിച്ചു. അതിനപ്പുറത്തോട്ട് പോകുമ്പോൾ ചില ഭാഗങ്ങളൊക്കെ ഭയങ്കര ലെങ്തിങ് പോലെ തോന്നി. ഈ സീൻസ് വേണ്ടെന്നില്ല തോന്നി. കാരണം അവസാനം തന്നെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ ഒട്ടും തന്നെ ഒരു സംതൃപ്തിയായ രീതിയിൽ തന്നെ ആയിരുന്നു ക്ലൈമാക്സ് എത്തിപ്പിച്ചു. കാരണം ഇതിലൊരു വ്യക്തി ഇത്രയേറെ ബോൾഡ് അല്ലെങ്കിൽ ഇത്രയേറെ മാസ് കാര്യങ്ങളൊക്കെ കൊടുത്തുള്ള വ്യക്തി അവൻ്റെ ലൈഫിൽ കാര്യം സംഭവിക്കുമ്പോൾ അവളൊന്നും അല്ലാതാവുന്നു, പതറിപ്പോകുന്നു. പിന്നീട് എങ്ങനെയാണ് അതിൽ നിന്ന് നീങ്ങുക കാര്യങ്ങളൊക്കെ ഒട്ടും തന്നെ പിന്നീട് ആൾക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടെത്തിച്ചത്. അതൊട്ടും തന്നെ കൺവിൻസിങ് എനിക്ക് തോന്നിയില്ല. കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ച് പോകുമോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുക. അതുപോലെ ഇതിലൊരു പറമ്പിൽ വെച്ചൊരു സംഭവം നടക്കുന്നുണ്ട്. ഒരു തീയുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സ്പോറിലാവുന്നില്ല. അപ്പോൾ അതൊക്കെ എങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ള ചിന്താഗതിയൊക്കെയാണ്. കാരണം ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ നിൽക്കുന്നു. കാരണം ഇത്ര വലിയ ആളുകൾ ഇങ്ങനെ കേസ് നടക്കുമ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് ഒന്നും ചെയ്യാൻ തോന്നിയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരുപാട് തോട്ടൊക്കെ ഉണ്ട്. കാരണം ഇത്രയും നല്ലൊരു പോലീസ് ഓഫീസറാണ്, കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനത്തെയുള്ള അവസാന ക്ലൈമാക്സിൽ പറയുമ്പോൾ മാത്രമാണ് മാറ്റി നിർത്തിയാൽ അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു ത്രില്ലർ മൂവി തന്നെയാണ് കൊണ്ടാന കേസ് എന്ന് പറഞ്ഞിട്ടുള്ള മൂവി. അത് തീർച്ചയായിട്ടും ആമസോൺ പ്രൈം ചിത്രത്തിൻ്റെ മലയാളവും അതുപോലെ തന്നെ കന്നഡ, തെലുങ്ക് എല്ലാ ഭാഷയിലും ലഭ്യം തന്നെയാണ്. കണ്ടു നോക്കുക, അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ് പരിഗണിക്കുക. വീണ്ടും പുതിയ വീഡിയോ കാത്തിരിക്കുക. അതുവരെയും ബൈ ഫ്രണ്ട്സ്.